ഈ പവിത്രമായ രാവ് പോലും കളഞ്ഞു കുളിക്കുന്ന ഒരവസ്ഥ നമുക്ക് വന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, വളരെ വളരെ വേദനയോടുകൂടെ അല്ല, ആശങ്കയോടുകൂടെ നമ്മൾ കാണേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഏതൊക്കെ രീതിയിൽ വരുമെന്ന്. കൊറോണ വന്ന് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാതെ ലോകം മുഴുവൻ സ്തംഭിച്ചത് നമുക്ക് പാഠമായിട്ടില്ല. റബ്ബ് തീരുമാനിച്ചാൽ നിമിഷങ്ങൾ മതിയെല്ലാം കീഴ്മേൽ മറിയാൻ. നമ്മുടെ ഉപ്പമാരെയും ഉപ്പാപ്പമാരുടെയും കാലത്തെ അപേക്ഷിച്ച് നമ്മളൊക്കെ സാമ്പത്തികമായി വളരെ പുരോഗതിയിലാണ്. ഭൗതിക വിഭവങ്ങളെ കൊണ്ടും ജീവിത സൗഖ്യങ്ങളെ കൊണ്ടും സാഹചര്യങ്ങളെ കൊണ്ടും നമ്മൾ ഒരുപാട് അഭിവൃദ്ധിയിലാണ്. അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ നന്ദി ചെയ്തുകൊണ്ട് മടങ്ങുന്നതിന് പകരം കൂടുതൽ കൂടുതൽ നന്ദികേടുകൾ എങ്ങനെയൊക്കെയാണ് നമ്മിൽ നിന്ന് വരാൻ പറ്റുക എന്ന് ആലോചിക്കുന്ന മട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങിപ്പോകുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നന്ദികേടുകൾ എങ്ങനെയൊക്കെ കൂടുതൽ വരാൻ കഴിയുമെന്ന് ആലോചിക്കുകയാണോ എന്ന് തോന്നിപ്പോവുകയാണ്. എല്ലാവരും നമ്മുടെ ഒക്കെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ബറാഅത്തിന്റെ രാവിലൊക്കെ യാസീനോദൽ പതിവുള്ളതായിരുന്നല്ലോ. 3 യാസീനോതും സൂറത്തു ദുഖാനോതും. പക്ഷേ ഗ്രൗണ്ടിൽ ആർപ്പുവിളികളുമായി കഴിഞ്ഞുകൂടുമ്പോൾ എന്ത് യാസീന, എന്ത് ദുഖാന. ഇത്തരം രാവുകളുടെ മഹത്വം നമ്മൾ പഠിച്ചത് മനസ്സിലാക്കിയത് നമ്മുടെ പൂർവീകരായ നമ്മുടെ ഉപ്പമാരിൽ നിന്നും ഉപ്പാപ്പമാരിൽ നിന്നുമാണെങ്കിൽ അടുത്ത തലമുറ ഈ പവിത്രമായ രാവിനെ പഠിക്കുന്നത് ആരിൽ നിന്നാണ്? ആരാണ് ഇവിടെ പകർന്നു കൊടുക്കാനുള്ളത്? അടുത്ത തലമുറക്ക് പകർന്നു കൊടുക്കാൻ എന്തായിരിക്കും നമ്മുടെ അടുത്ത തലമുറയുടെ ഗതി? അരുതാത്തത് അരുതെന്ന് പറയാൻ പോലും പറ്റാത്ത വളരെ മോശപ്പെട്ട ഒരവസ്ഥയിലാക്കല്ലേ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ചെയ്യുന്നത് മോശമാണ്. ഡാൻസും കൂത്തുമായി പാട്ടുകളും സംഗീതങ്ങളുമായി പള്ളികളിലേക്ക് വരുന്ന സമയങ്ങളിൽ പോലും പള്ളിയുടെ ഓരത്ത് വെച്ച് പോലും നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ അരുതെന്ന് പറയാൻ ആരുമില്ല. ജമാഅത്തും ജുമായും ഞാനിങ്ങനെ പലപ്പോഴും ആഴ്ച പോകാറുണ്ട്. നമ്മുടെ ജുമയൊക്കെ ഒരു ഇശാ മഗ്‌രിബിന്റെ ഇടയിലോ ഇശാന്റെ സമയത്തൊക്കെ ആണെങ്കിൽ 40 ആളെ കിട്ടണമെങ്കിൽ ഗ്രൗണ്ടിലോ ടർഫിലൊക്കെ പോകേണ്ടി വരും. കുടിച്ചു കൊണ്ടിരേണ്ടി വരും. 40 ആളെ തികയില്ല. അള്ളാഹു തആല കണ്ടറിഞ്ഞാട്ട് ളുഹറിന്റെ സമയത്ത് ഉച്ച നേരത്താക്കിയത്. ഏതായാലും എവിടെ ഇരുന്നാലും ചൂടുമ്പോഴേക്കാരും പള്ളി എന്നാൽ കുറച്ചൊക്കെ ആശ്വാസം ചാച്ചിട്ട് അങ്ങനെയെങ്കിലുമൊക്കെ വരും. ഇതൊക്കെ ഒരു ഇശാ മഗ്‌രിബിന്റെ നേരത്താണെങ്കിലോ എവിടെ ആളെ തികയില്ല. ഇങ്ങനെയല്ലേ അവസ്ഥകൾ കാര്യങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു വർഷത്തെ അമലുകൾ അള്ളാഹുവിന്റെ മുന്നിലേക്ക് ഉയർത്തപ്പെടുന്ന സന്ദർഭം എന്റെ പ്രിയപ്പെട്ടവരെ ചെറുതായി കാണാൻ പറ്റുമോ? അതൊക്കെ അള്ളാഹു പവിത്രമാക്കിയ രാവുകളെ നമ്മളല്ലെങ്കിൽ പിന്നെ ആരാ ബഹുമാനിക്കുക? ഈ രാവിലേക്ക് പവിത്രതയുണ്ടെന്ന് വിശ്വസിക്കുന്നവർ തന്നെയാണ് പവിത്രത കളഞ്ഞു കുളിക്കുന്നത്. പവിത്രമായ രാവുകളെങ്കിലും മാറ്റി നിർത്തണ്ടേ? മിറാജിന്റെ രാവ് നമുക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ? അതൊന്നും പറയാനും ആലോചിക്കാനും പറഞ്ഞാൽ ചെവി കൊള്ളുവാനും ആരുമില്ലാതെ പോയി. പക്ഷേ എന്നാലും പറയാത്തതെന്തുകൊണ്ട് എന്നൊരു ചോദ്യം റബ്ബ് ചോദിച്ചാലോ? ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു റബ്ബേ ഈ രാവിത്രയും മഹത്വമുള്ളതാണ് എന്ന്. അതുകൊണ്ട് അറിയാത്തത് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് പറഞ്ഞു കൊടുത്തില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് റബ്ബ് ചോദിക്കുകയാണെങ്കിലോ എന്ന് വിചാരിച്ചു പറയുകയാണ്. കേട്ടാലും കേട്ടില്ലെങ്കിലും ബനൂ ഇസ്രായേലുകൾ ശനിയാഴ്ച ദിവസം അവർക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി നീക്കിവെക്കേണ്ട ദിവസം മീൻ പിടിക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു വിഭാഗം ആളുകൾ അവർ പോകുന്നത് തടയാൻ നിന്നില്ല. അവർ ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ, നമ്മക്കെന്താ, നമ്മൾക്ക് നല്ലക്ക് ജീവിച്ചാ പോരെ എന്ന് വിചാരിച്ചു. അരുതെന്ന് പറയാൻ കൂട്ടാക്കിയില്ല. എന്തു സംഭവിച്ചു പോയി? ആ തിന്മക്ക് മൗനം ദീക്ഷിച്ചവരില്ലേ? ആ തിന്മയുടെ നേരെ മൗനം പാലിച്ചവരില്ലേ? അവരെ പോലും കുരങ്ങാക്കി മാറ്റിയില്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല? അല്ലാഹുവിന്റെ കഠിനമായ അദാബ് അവർക്ക് മേൽ പോലും സംഭവിച്ചില്ലേ? അരുതെന്ന് പറയാതിരുന്നാൽ അതും കുറ്റകരമായ മൗനമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുറ്റകരമായ മൗനമാണത്. ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ഐഡന്റിറ്റി എന്താണ്? കുന്തും ഖൈറ ഉമ്മ. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതല്ലേ അത്? നിങ്ങളാണ് ഉത്തമ സമൂഹമെന്ന്. ശേഷം എന്താണ് അതിന്റെ ക്വാളിഫിക്കേഷൻ? എന്താ പറയുന്നത്? തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. നന്മ കൊണ്ട് കൽപ്പിക്കുന്നവരാണ് ഈ ഉമ്മത്ത്, തിന്മ വിരോധിക്കുന്നവരാണ് ഈ ഉമ്മത്ത്. അതുകൊണ്ടാണ് നിങ്ങൾ ഏറ്റവും ഉന്നത സമൂഹമായത്, ഉമ്മത്തായതെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ഈ പ്രത്യേകമായ സവിശേഷത ഈ ഉമ്മത്തിൽ ഉയർത്തപ്പെട്ടാൽ പിന്നെ എവിടെയാണ് ഈ ഉമ്മത്തിന്റെ മഹത്വമുള്ളത്? അരുതെന്ന് പറയാതെ പോകരുതേ അരുതാത്തത് കാണുമ്പോൾ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ,
വേദന കൊണ്ട് വാക്കുകൾ പരുഷമായി പോവുകയാണ്. മഹത്തായ രാവുകൾ പോലും ആലോചിക്കേണ്ടതാണ് ഇതൊക്കെ. നമ്മൾ കാരണം മറ്റുള്ളവർക്ക് പോലും ധാർമ്മിക മൂല്യശോഷണം സംഭവിക്കാൻ ഇടവന്നാൽ, ധാർമ്മികത ചോർന്നു പോകാൻ കാരണക്കാരായാൽ നമ്മളും അതിന്റെ പാപമേറും ഏറ്റെടുക്കേണ്ടി വരില്ലേ? എന്താ ഗ്രൗണ്ടിക്കാണ് പോയി വിചാരിച്ച് കടുപ്പൊക്കെപ്പാടെ ഒലിച്ചു പോകുന്നില്ലല്ലോ, ഹറാമൊന്നുമല്ലല്ലോ. നമുക്ക് ന്യായമുണ്ട്. ടർഫിക്കാണ് പോയി വിചാരിച്ച ഹറാമൊന്നുമല്ലല്ലോ. സംഭവമൊക്കെ ശരി തന്നെയാണ്, ഹറാമൊന്നുമല്ല. പക്ഷേ ഹറാമിന്റെ വക്കിലൂടെ പോകുമ്പോൾ ചിലപ്പോൾ ഹറാമിലേക്ക് സംഭവിക്കും. മൻ ഹമ ഹൗലൽ ഹിമ യൂശിക്കു അൻ യഖഅലി. ബൗണ്ടറിയുടെ ഓരത്തിലൂടെ നമ്മൾ നാൽക്കാലികളെ മേക്കുകയാണ് എങ്കിൽ ബൗണ്ടറി വിട്ടിട്ട് ചിലപ്പോൾ ഒന്ന് കടിക്കും. വേലിക്കടുപ്പിച്ച് നമ്മൾ കാലിനെത്തിയിട്ടില്ല, വേലിനടുപ്പിച്ച് കാലിനെത്തിയിട്ടില്ല. എന്താണോ വേലിന്റെ ഇപ്പുറത്തുള്ള വാഴണ്ടെങ്കിൽ ഒന്നല്ല കടിക്കും. അപ്പൊ ഹറാമിന്റെ ആ ബൗണ്ടറി വരെ പോകാം, അതൊക്കെ നമുക്ക് അളവല്ലേ. പക്ഷേ ബൗണ്ടറി വിടും ചിലപ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയൂല. ആണും പെണ്ണും ഇടകലരുമ്പോൾ ഹറാം സംഭവിക്കാതെ കാത്തു സൂക്ഷിക്കാൻ നമ്മെ കൊണ്ട് കഴിയുമെന്ന് നമുക്ക് പറയാൻ പറ്റും. അതല്ലെങ്കിലും എന്തൊക്കെ മൂല്യക്കുറവുകൾ സംഭവിക്കുന്നു. ഏതായിരുന്നാലും എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ പവിത്രമായ രാവാണ് ഇന്നത്തെ സൂര്യാസ്തമയത്തോടുകൂടെ നമുക്ക് വരുന്നത്. അള്ളാഹുവിലേക്ക് കൈമലർത്താൻ പറ്റിയ, നമുക്ക് നമ്മുടെ കാര്യം റബ്ബിനോട് പറയാൻ പറ്റിയ, അള്ളാഹു തആല ഒന്നാം ആകാശത്തേക്ക് അവന്റെ പ്രത്യേകമായ റഹ്മത്ത് ഇറങ്ങി വരികയും ഹൽ മിൻ സായിലിൻ ഫഉതി, വല്ല ചോദിക്കുന്നവനുണ്ടോ ഞാൻ നൽകാൻ സന്നദ്ധനാണ്, വഹൽ മിൻ മുസ്തഗ്ഫിർ, വല്ല പാപമോചനവും തേടുന്നവനുണ്ടോ ഫഅഗ്ഫിറു ലഹു, അവനിക്ക് ഞാൻ പുറത്തു കൊടുക്കാൻ ഒരുക്കമാണ് എന്ന് പറയുന്ന രാവാണിത്. അള്ളാഹുവിനോട് പൊറുക്കൽ തേടാൻ പറ്റിയ രാവ്, അള്ളാഹുവിനോട് മാപ്പിരക്കാൻ പറ്റിയ രാവ്, നമ്മുടെ കാര്യങ്ങൾ റബ്ബിലേക്ക് കൈമലർത്തിക്കൊണ്ട് ചോദിക്കാൻ പറ്റിയ രാവ്, ഖേദിച്ചു മടങ്ങാൻ പറ്റിയ രാവ്. 3 യാസീനുകൾ നമ്മൾ ഓതുന്നുണ്ട്. ഓതൽ നമ്മൾ ചെയ്തു വരാറുള്ള പരമ്പരാഗതമായ നല്ലൊരു സത്കർമ്മമായിരുന്നു. ഒന്ന് നമ്മുടെ ആയുസ്സിൽ വർധനവ് ലഭിക്കാൻ, മറ്റൊന്ന് നമ്മുടെ റിസ്കിൽ ബറക്കത്ത് ലഭിക്കുവാൻ, ആപത്ത് മുസീബത്തുകൾ തട്ടിപ്പോകാൻ, അതുപോലെ തന്നെ നമ്മുടെ ആഖിബത്ത് നന്നായി തീരാൻ, ഈമാനിക്ക് സുരക്ഷ ലഭിക്കാൻ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളല്ലേ ഇതൊക്കെ. കശ്ഫിന്റെ ഉലമാഉം അഇമ്മത്തുമൊക്കെ അവർക്ക് ലഭിച്ച വിവരം വെച്ചുകൊണ്ട് നമുക്ക് നൽകിയ ഈ നല്ല പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോൾ അതൊക്കെ നമുക്ക് ജീവിതത്തിൽ എത്ര വലിയ മുതൽക്കൂട്ടുകളാണ്. അതിൻ്റെ അവസരങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അത് നമുക്ക് എത്ര വലിയ കോട്ടങ്ങളാണ് വരുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ബഹുമാനിച്ച ആദരിച്ച ഇത്തരം പവിത്രമായ രാവുകളെയും ദിവസങ്ങളെയും ഒക്കെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും അർഹിക്കുന്ന വിധം സത്ക്രമങ്ങളെ കൊണ്ട് ധന്യമാക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.